സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് പാർട്ട് എ ആയിരുന്നു. പാർട്ട് എയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അപ് ടു ദ റോൾ ഓഫ് ഡയറക്ടേഴ്സ് വരെ. ഓക്കെ, ഇനി ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ വാട്ട് ആർ ഡിസൊല്യൂഷൻ ആൻഡ് വാട്ട് ഇസ് വൈൻഡിങ് അപ്പ്, ഈ രണ്ട് ടേംസ് ആയിരുന്നു ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചിരുന്നത്. അപ്പോൾ എന്താണ് ഡിസൊല്യൂഷൻ? ഒരു കമ്പനിയുടെ ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും ലിക്വിഡേറ്റർ വൈൻഡിങ് അപ്പ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ലാസ്റ്റ് സ്റ്റേജിനെയാണ് നമ്മൾ ഡിസൊല്യൂഷൻ എന്ന് പറയുക. ഇറ്റ് ഇസ് എ ലാസ്റ്റ് സ്റ്റേജ് ആഫ്റ്റർ ദ പ്രോസസ് ഓഫ് വൈൻഡിങ് അപ്പ് ബൈ ദ ലിക്വിഡേറ്റർ. ഒരു ലിക്വിഡേറ്റർ ഉണ്ടാവും, അയാളായിരിക്കും ആ കമ്പനിയെ വൈൻഡിങ് പ്രോസസ്സൊക്കെ ചെയ്യുന്നത്. വൈൻഡിങ് അപ്പ് കഴിഞ്ഞാലുള്ള ലാസ്റ്റ് സ്റ്റേജാണ് dissolution. So the process of dissolution of a company result in the termination of an entire entity from the company. ആ കംപ്ലീറ്റ് കമ്പനിയായിട്ട് ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഡിസൊല്യൂഷനിൽ കാണുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ തന്നെയായിരിക്കും കമ്പനി നിൽക്കുന്നത്, അല്ലെങ്കിൽ ക്ലോഷർ, കമ്പനി ഒരു എൻഡിലേക്ക് വരുന്നതെല്ലാം ഈ ഒരു സ്റ്റേജിലായിരിക്കും. ആ സമയത്തായിരിക്കും നമ്മുടെ അസറ്റ്സ് ആണെങ്കിലും പ്രോപ്പർട്ടി ആണെങ്കിലും കമ്പനിയുടെ അതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡെസൊല്യൂഷൻ കൊണ്ട് തന്നെ എല്ലാ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ എല്ലാ ടൈപ്പ് അഫയേഴ്സ് ഓഫ് എ കമ്പനിയും ടെർമിനേറ്റഡ് ആകും. ഓക്കെ, അതൊക്കെയാണ് ഒരു ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വൈൻഡിങ് അപ്പ് പ്രോസസ്സ് ലിക്വിഡേറ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ലാസ്റ്റ് ഒരു മൂവ് ആണ്, അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജാണ് ഡെസൊല്യൂഷൻ. അതോടെ ക്ലോഷർ ഓഫ് എ കമ്പനിയാണ് ഒക്കെ ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ നമ്മുടെ അസറ്റ് ആണെങ്കിലും പ്രോപ്പർട്ടീസൊക്കെ ആണെങ്കിൽ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കും. അതേപോലെ എല്ലാ അഫയേഴ്സ് റിലേറ്റഡ് ടു കമ്പനി എന്തായിരിക്കും, ഗെറ്റ്സ് ടെർമിനേറ്റഡ് ബൈ ദ ക്ലോഷർ ഓർ ബൈ ദി ഡിസൊല്യൂഷൻ ഓഫ് ദാറ്റ് കമ്പനി. അപ്പോൾ ഈ ഡിസൊല്യൂഷൻ ചെയ്യുന്ന പല രീതികളിലാണ്, അതാണ് ഇവിടെ പറഞ്ഞത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ ഡിസൊല്യൂഷനിലേക്ക് പോകുക. So when the affairs of a company have been completely wound up, or when the court is of opinion that the liquidator cannot proceed with the winding of a company for wants of the funds or asset or for any other reason whatever, and it is just and reasonable in the circumstances of the case that an order of dissolution of a company should be made, the court shall make an order. The company will be dissolved from the date of the order and the company shall be dissolved accordingly. ഇപ്പം നമ്മുടെ കോർട്ട് പറയുകയാണ് ഡെസൊല്യൂഷൻ പ്രോസസ്സിലേക്ക് പോകൂ കമ്പനി, ബിക്കോസ് ഒരു വൈൻഡിങ് അപ്പ് പ്രോസസ്സ് കൊണ്ട് ആ ഫണ്ട്സും അതുപോലെ അസറ്റ്സ് ഒന്നും കൊണ്ട് നമുക്ക് കേസ് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസ് നമ്മൾ എന്ത് ചെയ്യും, ആ ഡെസൊല്യൂഷനായിരിക്കും ഫൈനലായിട്ട് ചെയ്യുന്നത്. അതോടെ നമുക്ക് അസറ്റ്സ് എല്ലാം റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ കോർട്ട് തന്നെ പറയുന്നൊരു കേസ് നമുക്ക് ഡിസൊല്യൂഷനിൽ പോവാം. പിന്നെ എ കോപ്പി ഓഫ് എൻ ഓർഡർ ഷാൽ വിത്തിൻ 30 days from the date thereof be forwarded to the liquidator to the registrar, who shall make in his book a minute of the dissolution of a company. അപ്പോൾ ഇതൊരു ഓർഡർ നമ്മുടെ കോർട്ടിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 30 ദിവസം 30 days ഫ്രം ദാറ്റ് ഡേറ്റ്, ആ ദിവസത്തിനുള്ളിൽ നമ്മളിത് ആർക്ക് കൊടുത്തിരിക്കണം, ലിക്വിഡേറ്ററിന് കൊടുത്തിരിക്കണം. ROCയിലേക്ക് എത്താൻ വേണ്ടി രജിസ്റ്റർ ഓഫ് കമ്പനീസിലേക്ക് എത്തി അവിടുന്ന് ഡെസൊല്യൂഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് ലിക്വിഡേറ്ററിലേക്ക് ഇതിൻ്റെ ഒരു കോപ്പി നമ്മൾ വിത്തിൻ 30 days സെൻഡ് ചെയ്തിരിക്കണം. And if the liquidator makes default in forwarding a copy as foresaid, he will be punishable with a fine which may extend to 500 rupees from every day during which default continues. അപ്പം ഈ ഒരു കോപ്പി അവിടെ കറക്റ്റ് ടൈമിൽ എത്തിയില്ലെങ്കിൽ അത് ആരുടെ കുറ്റമായിരിക്കും, എപ്പോഴും അത് ലിക്വിഡേറ്ററിൻ്റെ പ്രശ്നമായിരിക്കും. അതിന് അയാൾക്കൊരു ഫൈനും അടയ്ക്കേണ്ടി വരും. 500 rupees ഡെയിലി. എത്ര ഡിലേ ഉണ്ടാവും അത്രയും ദിവസത്തെ പെൻഡിങ് ആയിട്ട് 500 വെച്ച് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഡെസൊല്യൂഷൻ ഓഫ് എ കമ്പനി. അപ്പോൾ നമ്മുടെ ഫൈൻഡിങ് പ്രോസസ്സിന് ഏറ്റവും ലാസ്റ്റായിട്ട് വരുന്നതാണ് ഡെസൊല്യൂഷൻ. അവിടെ നമ്മൾ കംപ്ലീറ്റ് അസറ്റും അതുപോലെ പ്രോപ്പർട്ടിയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്, അഫയേഴ്സ് എല്ലാം സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മളൊരു കോർട്ടിൻ്റെ ഒരു സമ്മതത്തോടെ കോർട്ട് പറയുകയാണ് ഡിസൊല്യൂഷനിലേക്ക് പോകുക. അങ്ങനെ പറയുമ്പോഴാണ് ഡിസൊല്യൂഷൻ പ്രോസസ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ ഒരു കോപ്പി ഓഫ് ഓർഡർ ഉണ്ടാവും, അത് 30 daysനുള്ളിൽ ലിക്വിഡേറ്ററിലേക്ക് എത്തിയിരിക്കണം. ലിക്വിഡേറ്റർ നമ്മുടെ രജിസ്റ്ററിലേക്ക് എത്തിയിരിക്കണം. ഇനി എനി കേസ് ലിക്വിഡേറ്റർ അത് കറക്റ്റ് ടൈമിൽ 30 ദിവസത്തിനകം എത്തിച്ചില്ലെങ്കിൽ അത് ഡിഫോൾട്ട് ഉണ്ടാക്കുന്നതിന് അയാളൊരു 500 രൂപ വെച്ച് ഡെയിലി പേയ്മെൻറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനി നിങ്ങൾക്ക് ചോദിച്ചാൽ എഴുതാവുന്നത്. ഓക്കെ, പിന്നെ ഉണ്ടായിരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി എന്താണെന്നാണ്. വൈൻഡിങ് അപ്പ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മളുടെ തൊട്ട് മുമ്പ് എന്ന സ്റ്റേജാണ്. സോ വൈൻഡിങ് അപ്പ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് ദ അസറ്റ് ഓഫ് എ കമ്പനി ആർ സേവ്ഡ് ആൻഡ് ദ അഫയേഴ്സ് ഓഫ് എ കമ്പനി ആർ വൗണ്ട് അപ്പ്. കമ്പനിയുടെ അസറ്റ്സ് എല്ലാം സേവ് ചെയ്ത് എന്നാൽ അഫയേഴ്സൊക്കെ നമ്മൾ എൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി എന്ന് പറയുന്നത്. സോ ഈവൻ ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് വൈൻഡിങ് അപ്പ് ദ കമ്പനി കണ്ടിന്യൂസ് ടു ബി എ ലീഗൽ പേഴ്സൺ. അപ്പോൾ കമ്പനി അവിടെ നശിക്കുന്നില്ല അല്ലേ, അസറ്റ്സ് ഒന്നും നമ്മൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു ലീഗൽ പേഴ്സൺ ആയിട്ട് നിലനിൽക്കുന്നുണ്ട് ഈവൻ ഇൻ കേസ് ഓഫ് എ വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി. അപ്പം 270 of the Companies Act 2013 provides that the company may be wound up either
വോളണ്ടറി വൗണ്ട് അപ്പ് ഓർ വൈൻഡിങ് അപ്പ് ബൈ ദ ട്രിബ്യൂണൽ. ഒന്നെങ്കിൽ വോളണ്ടറി ആയിട്ട് വൈൻഡ് അപ്പ് പ്രോസസ്സിലേക്ക് പോകാം, കമ്പനിയുടെ ഇഷ്ടത്തിന് തന്നെ, അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെയോ താല്പര്യക്കാരുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ നമുക്ക് കമ്പനിയെ വൗണ്ടപ്പിലേക്ക് കൊണ്ടുപോകാം, വൈൻഡിങ് അപ്പിലേക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ട്രിബ്യൂണൽ പറഞ്ഞതിനനുസരിച്ച് വൈൻഡിങ് അപ്പ് ചെയ്യാം. ഇപ്പോൾ ഓരോ സെഷൻസാണ് 270 സെഷൻ ആണെങ്കിലും അതിനുശേഷമുള്ള കുറേ സെഷൻസിൽ ഈ വൈൻഡിങ് അപ്പ് പ്രോസസ്സാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇസ് സെഷൻ 271 to 303 ഡീൽസ് വിത്ത് ദ വൈൻഡിങ് അപ്പ് ബൈ ദ ട്രിബ്യൂണൽ. ട്രിബ്യൂണൽ ബേസ് വൈൻഡിങ് അപ്പ് പ്രൊസീജിയേഴ്സ് ഒക്കെയാണ് ഈ ഒരു 271 to 303 വരെ നമുക്ക് മെൻഷൻ ചെയ്യുന്നത്. അതുപോലെ 204 to 322 ഡീൽസ് വിത്ത് ദ വോളണ്ടറി വൈൻഡിങ് അപ്പ്. നമ്മൾ പറഞ്ഞു വോളണ്ടറി ആയിട്ടും വൈൻഡിങ് അപ്പ് പ്രോസസ് ചെയ്യാം. അതുപോലെ 324 to 356 ഡീൽസ് വിത്ത് ദ പ്രൊവിഷൻ ആപ്ലിക്കബിൾ ടു എവറി മോഡ് ഓഫ് വൈൻഡിങ് അപ്പ്. എന്തെല്ലാം മോഡ്സ് ഉണ്ടോ അതിന് എന്തൊക്കെ പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ആണ് അതെല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ 359 to 365 ഡീൽസ് വിത്ത് പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ദ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ. ഒരു ലിക്വിഡേറ്ററാണ് ഈ വൈൻഡിങ് അപ്പ് പ്രോസസ് ആണെങ്കിലും അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസൊല്യൂഷൻ എല്ലാം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ലിക്വിഡേറ്ററിന് ഒഫീഷ്യൽ ലിക്വിഡേറ്ററിനുള്ള ഡ്യൂട്ടീസ് അല്ലെങ്കിൽ പ്രൊവിഷൻസും എല്ലാം ഇതിൽ മെൻഷൻഡ് ആണ്. സോ ദിസ് ഇസ് അബൌട്ട് വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. കമ്പനി അപ്പോഴും ലീഗൽ എൻറ്റിറ്റി ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ബിക്കോസ് ദ അസറ്റ്സ് ആർ സേവ്ഡ്, ഓൺലി ദ അഫെയർസ് ആർ വൗണ്ട് അപ്പ്. അത് വോളണ്ടറി വൗണ്ട് അപ്പും ആവാം അല്ലെങ്കിൽ ട്രിബ്യൂണൽ ബേസ്ഡ് വൗണ്ട് അപ്പും ആകാം. അതിൽ എന്തൊക്കെ ഓരോ സെഷൻസിൽ 270 തൊട്ടുള്ള സെഷൻസിലാണ് ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓരോ സെഷൻസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്നാണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മുടെ ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനി അതുപോലെ വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി കഴിഞ്ഞു. ഇനിയുള്ളത് ഞാൻ പറഞ്ഞു വാട്ട് ഇസ് ഡോക്ട്രീൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ആൻഡ് വാട്ട് ഇസ് ഡോക്ട്രീൻ ഓഫ് ഇൻഡോ മാനേജ്മെൻറ്റ്. ഈ രണ്ട് ഡോക്ട്രീൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഡോക്ട്രീൻ നമ്മൾ പറഞ്ഞു അൾട്രാ വൈറസ് എന്ന കൺസെപ്റ്റ് അല്ലേ, ബിയോണ്ട് ദ പവേഴ്സ് എന്നൊരു കൺസെപ്റ്റാണ് അൾട്രാ വൈറസ്. ഇവിടെ ഡോക്ട്രീൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. It refers to the memorandum articles and any additional documents that are publicly filed with the registers. നമ്മുടെ രജിസ്ട്രാറിൻ്റെ അടുത്ത് പബ്ലിക്കലി ഫയൽ ചെയ്തിട്ടുള്ള മെമ്മറാൻഡം ആണെങ്കിലും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണെങ്കിലും ഇനി അതേപോലെയുള്ള എന്തെങ്കിലും അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഡോക്ട്രീൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് നോട്ടീസ് ഓൾവേസ് പ്രിവെൻസ് ഔട്ട്സൈഡർ ഫ്രം സ്യൂയിങ് ദ കമ്പനി വിത്ത് ഗ്രൗണ്ട്സ് ഓഫ് നോട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ദ കമ്പനീസ് കറന്റ് പൊസിഷൻ ഓർ പവേഴ്സ്. കമ്പനിയുടെ പൊസിഷൻ എന്താണോ, കമ്പനിയുടെ അവകാശങ്ങൾ എന്താണോ, പവേഴ്സ് എന്താണെന്നൊന്നും മനസ്സിലാവാതെ പുറത്തുനിന്ന് ഒരാളും നമ്മുടെ കമ്പനിക്കെതിരെ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഡോക്ട്രീൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് പ്രിപ്പയർ ചെയ്ത് വരിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പാർട്ടി എൻട്രിങ് ഇൻ ടു കോൺട്രാക്ട് ടു കളക്ട്, റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഡോക്യുമെൻറ്റ്സ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട്ണർ നമ്മുടെ കമ്പനിയിലേക്ക് ചേരാൻ പോകുമ്പോൾ അപ്പോൾ തന്നെ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ കോൺട്രാക്റ്റ്, എന്തൊക്കെ കോൺട്രാക്റ്റ് ആണോ അത് വായിച്ച് മനസ്സിലാക്കേണ്ടതും ഒക്കെ അവരുടെ ഡ്യൂട്ടി ആയിരിക്കും. ആൻഡ് ദിസ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഓൾവേസ് സിംപ്ലി മീൻസ് ദ നോട്ടീസ് വാസ് ഗിവൺ ഈവൻ വിതൗട്ട് എൻ ആക്ച്വൽ നോട്ടീസ് എക്സിസ്റ്റിംഗ്. എ കോമൺ എക്സാമ്പിൾ ഓഫ് ദിസ് ഇസ് വെൻ എ കോർട്ട് ഈസ് അൺഏബിൾ ടു directly reach someone and publishes the summons in the public newspaper. അതിനെ നമുക്ക് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞിരിക്കുന്നത്, ഒരാൾ ഡയറക്റ്റ് റീച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്താ നമ്മൾ പബ്ലിക് ന്യൂസ് പേപ്പറിലാണ് കൊടുക്കുന്നത്. മിസ്സിങ് പേഴ്സണെയൊക്കെ കാണാതെ പോകുന്ന ആൾക്കാർ നമ്മൾ പത്രത്തിൽ കൊടുക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും അറിഞ്ഞോളും എന്നൊരു കൺസെപ്റ്റിൽ. അതേപോലെ തന്നെ നമ്മൾ മെമ്മറാൻഡത്തിലും ആർട്ടിക്കിൾസിലും ഒക്കെ പബ്ലിക്കലിയാണ് ഫയൽ ചെയ്യുന്നത് രജിസ്റ്ററിൻ്റെ അടുത്ത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും അത് കളക്ട് ചെയ്ത് വായിക്കാനോ അതിനെപ്പറ്റി മനസ്സിലാക്കാനോ ഒരു ചാൻസ് കൊടുക്കുന്നു. അതിനെയാണ് ഡോക്ട്രീൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഡോക്ട്രീൻ ഓഫ് ഇൻഡോ മാനേജ്മെൻ്റ് ആണ് അല്ലേ. ഡോക്ട്രീൻ ഓഫ് ഇൻഡോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വേറൊരു ഡോക്ട്രീനാണ്. ആൻഡ് ഇറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 1856. So the landmark issue of the Royal British Bank 5 Turquent give rise to the formation of the doctrine of Indo management. ഇതിനെ Turquent law എന്ന് നമ്മൾ പറയും, Turquent law, ബിക്കോസ് ഈ Turquent എന്ന് പറഞ്ഞ ഒരു ലാൻഡ്മാർക്ക് ഇഷ്യൂ അതിനെ ബേസ് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു പേരും ഈ ഒരു doctrine. So in this it specifies and concentrates on the appointment of the managing director, the secretary as all the head of the association properly. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ മാനേജേഴ്സിനെ അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സാണ്. സോ ദിസ് പ്രൊട്ടക്ട് ദ ഔട്ട്സൈഡേഴ്സ്. മറ്റേതെന്താ, നമ്മുടെ കമ്പനിയെ രക്ഷിക്കാൻ വേണ്ടി, കമ്പനീൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ട്രീൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. എന്നാൽ ഡോക്ട്രീൻ ഓഫ് ഇൻഡോ മാനേജ്മെൻറ്റ് ആരെ രക്ഷിക്കാനാണ്, ഔട്ട്സൈഡേഴ്സിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇഫ് ദർ ഇസ് നോ നോട്ടിഫിക്കേഷൻ ആസ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ ഇന്റേണൽ ഡീലിംഗ്സ് ഓഫ് എ കമ്പനി ടു ദ തേർഡ് പാർട്ടി, എസ്പെഷ്യലി ഇൻ ദ മെമ്മറാൻഡം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ദ തേർഡ് പാർട്ടി cannot be expected to know of such changes and any laws to the effect shall be made known to the determined.
if the business operate to protect the interest of the outsider. The doctrine can be evoked by any person which is dealing with the company. അപ്പം ഉള്ളിൽ എന്താ നടക്കുന്ന, ഉള്ളിൽ വന്ന ചേഞ്ചസ് ഒന്നും നമ്മുടെ നോർമൽ ആൾക്കാർ അറിയുന്നില്ല, അല്ലെങ്കിൽ പുറത്ത് ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന ഇൻഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്ന ആൾക്കാർ അറിയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഡോക്ട്രിൻ ഓഫ് ഇൻഡോ മാനേജ്മെൻറ്റ് എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഡോക്ട്രീൻസ് പറഞ്ഞു, ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടിസം, അതുപോലെ ഡോക്ട്രിൻ ഓഫ് ഇൻഡോ മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ 2 ഡോക്ട്രീൻസും മനസ്സിലായല്ലോ. ഇനിയുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് മെൻ ബൈ അജണ്ട, മിനിറ്റ്സ്, ക്വോറം ആൻഡ് പ്രോക്സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒറ്റ ക്വസ്റ്റ്യൻ ആയിരുന്നു ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇത് മീറ്റിങ്ങിലുള്ള ഓരോ ടേംസ്, അജണ്ട, മിനിറ്റ്സ്, പ്രോക്സി, അതുപോലെ ക്വോറം എന്നത്. അപ്പോൾ അത് നമുക്കിനി നോക്കാം. അജണ്ട എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു മീറ്റിങ്ങിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. വാട്ട് ആർ ദ മീറ്റിംഗ് ആക്ടിവിറ്റീസ്? ദാറ്റ് ലിസ്റ്റ് ഓഫ് ദ മീറ്റിംഗ് ആക്ടിവിറ്റീസ് നോൺ ആസ് അജണ്ട. So it is a list of meeting activity in which they are to be taken up, beginning with the call to order and ending with the adjournment. അപ്പോൾ ഒരു മീറ്റിംഗ് തുടങ്ങുന്ന എങ്ങനെ, ആദ്യം നമ്മൾ എല്ലാവരെയും വെൽക്കം ചെയ്ത് അവസാനം എൻഡ് ചെയ്യുന്നത് ഒരു അഡ്ജോൺമെൻറ്റ്, ഒരു എൻഡിങ് പ്രോസസ്സിലേക്ക് പോകും. അപ്പോൾ ഈ ഓരോ സ്റ്റെപ്പ്, ഫസ്റ്റ് എന്ത് ചെയ്യണം, സെക്കൻഡ് എന്ത് ചെയ്യണം, ഇങ്ങനെ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് ഒരു റിട്ടേൺ ഫോമിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ അജണ്ട നോക്കിയിട്ടായിരിക്കും നമുക്ക് ടൈം ആണെങ്കിൽ ഫിക്സ് ചെയ്യാനും എല്ലാവർക്കും അത് കുറച്ചുകൂടെ ഫീസിബിൾ ആയിരിക്കും. So it usually indicates one or more specific items of a business to be acted upon. It may, but is not required to include specific times for one or more activities. ചിലപ്പോൾ ചില ആക്ടിവിറ്റീസിനെല്ലാം ടൈം അടക്കം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അജണ്ടയിൽ. ഇത്രയും നേരമാണ് ഈ ഒരു പേഴ്സൻ്റെ സ്പീച്ച്, ഇത്രയും നേരമാണ് നമ്മൾ ഇതിൻ്റെ പ്രസൻറ്റേഷൻ നടത്തുക, അങ്ങനെ ടൈം മെൻഷൻ ചെയ്യുക. പക്ഷേ ചിലത് ടൈം മെൻഷൻ ചെയ്യാതെയും നടക്കാറുണ്ട്. An agenda may be called as a docket, schedule or a calendar. നമുക്ക് കലണ്ടറെന്നോ ഷെഡ്യൂളെന്നോ ഒക്കെ ഈ ഒരു അജണ്ടയെ പറയാം. ബിക്കോസ് അതിലൊരു ലിസ്റ്റ് ഓഫ് മീറ്റിംഗ് ആക്ടിവിറ്റീസ് എന്താ ഓർഡർ ഇൻ വിച്ച് ദേ ആർ ടു ബി പെർഫോംഡ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്നെ കലണ്ടർ എന്ന് പറയാം. കലണ്ടറിൽ അതാണല്ലേ നടക്കുന്നത്. അതേപോലെ then it may also contain a listing of an order of business. അതുപോലെ നമുക്ക് അജണ്ടയിൽ തന്നെ ബിസിനസ് ഓർഡറും ഇൻക്ലൂഡ് ചെയ്യാം. ബിസിനസ് ഓർഡറിനെ ഇൻക്ലൂഡ് ചെയ്തുണ്ടാക്കുന്നതിന് നമ്മൾ അജണ്ട എന്ന് തന്നെയാണ് പറയാറുള്ളത്. അപ്പോൾ അതാണ് അജണ്ട ഓഫ് എ മീറ്റിംഗ് എന്ന കൺസെപ്റ്റ്. നെക്സ്റ്റ് വൺ ഇസ് വാട്ട് ആർ ദ മിനിറ്റ്സ് ഓഫ് എ മീറ്റിംഗ്. മിനിറ്റ്സ് ഓഫ് എ മീറ്റിംഗ് എന്താ? മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മിനിറ്റ്സ് ഓഫ് എ മീറ്റിങ്ങിന് MOM എന്ന ഷോർട്ട് ഫോമിലാണ് പറയുന്നത്. അതിന് പ്രോട്ടോക്കോൾന്നോ അല്ലെങ്കിൽ ഒരു പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ഫോർമലി നോട്ട്സ് എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും മിനിറ്റ്സിന്. മിനിറ്റ്സ് ഇത്രയേ ഉള്ളൂ. ആ മീറ്റിങ്ങിൽ എന്തൊക്കെ നമ്മൾ സംസാരിച്ചു അല്ലെങ്കിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു അതൊക്കെ റിട്ടൺ ഫോമിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതിന് മിനിറ്റ്സ് എന്ന് പറയുന്നു. നമ്മൾ നോർമൽ മിനിറ്റ് അല്ലാതെ വേറൊരു മിനിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മീറ്റിങ്ങിലുള്ളതാണ്. ഇറ്റ് ഈസ് എ ഇൻസ്റ്റൻറ്റ് റിട്ടൺ റെക്കോർഡ് ഓഫ് ദ മീറ്റിംഗ് ഓർ എ ഹിയറിംഗ്. സോ ദിസ് ടിപ്പിക്കലി ഡിസ്ക്രൈബ് ദ ഇവൻറ്റ് ഓഫ് ദ മീറ്റിംഗ്. എന്താണ് അവിടെ ഇവൻറ്റിൽ എന്താണ് സംസാരിച്ചത്, എന്തായിരുന്നു മെയിൻ ടോപ്പിക്, ആരൊക്കെ അറ്റൻഡ് ചെയ്തു, എന്തായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇഷ്യൂ, പാർട്ടിസിപ്പൻസ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, വാട്ട് ആർ ദ റെസ്പോൺസ് ആൻഡ് വാട്ട് വാസ് ദ ഫൈനൽ ഡിസിഷൻ, ഇതെല്ലാം നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട് ഇന്ന മിനിറ്റ്സ്. മിനിറ്റ്സ് ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് എ ഹാൻഡ് റിട്ടൺ ഓർ എൻ ഇൻസ്റ്റൻറ്റ് റിട്ടൺ റെക്കോർഡ് ഓഫ് എ മീറ്റിംഗ് ഓർ എ ഹിയറിംഗ് ആൻഡ് ഇറ്റ് വിൽ ഇൻക്ലൂഡ് ദ ലിസ്റ്റ് ഓഫ് ദ അറ്റൻഡീസ്, ദ വാട്ട് ഇസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ഇഷ്യൂ, ദ റിലേറ്റഡ് റെസ്പോൺസ് ആൻഡ് ഡിസിഷൻ ഓഫ് ദ ഇഷ്യൂസ്. ഓക്കെ, അപ്പോൾ അതാണ് മിനിറ്റ്സ്. മിനിറ്റ്സ് ഇത്രയേ ഉള്ളൂ. എന്തൊക്കെ അതിൽ സംസാരിച്ചു എന്നുള്ളത് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നു. ഇനിയുള്ളൊരു ടേം ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് വാട്ട് ഇസ് മെന്റ് ബൈ ക്വോറം എന്നാണ്. ക്വോറം എന്ന് പറഞ്ഞാൽ ഒരു ഇത്ര എമൗണ്ട് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു ഇത്ര ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഒരു മീറ്റിംഗ് മുന്നോട്ട് പോകുള്ളൂ എന്ന് നമ്മൾ പറയും. ദാറ്റ് മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ടു കണ്ടക്ട് എ പ്രോപ്പർ മീറ്റിംഗ് ഈസ് നോൺ ആസ് ക്വോറം. സോ ഇറ്റ് ഇസ് എ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് എ ഡെലിബറേറ്റീവ് അസംബ്ലി, a body that uses parliamentary procedures such as legislation needed to conduct the business of that group. ഒരു ഗ്രൂപ്പിൻ്റെ ബിസിനസ് നടത്തണമെങ്കിൽ എത്ര ആൾക്കാർ മിനിമം വേണം, അതിനെ നമ്മൾ ക്വോറം എന്ന് പറയും. ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഇത്രയും ക്വോറം തികഞ്ഞിരിക്കണം, 3/4 മെമ്പേഴ്സ് പറഞ്ഞിരിക്കണം, ആ ഡിസിഷനെ അപ്രൂവ് ചെയ്താൽ മാത്രമേ നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് അല്ലെങ്കിൽ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് എ ഡെലിബറേറ്റീവ് അസംബ്ലി നീഡഡ് ടു കണ്ടക്ട് ദ ബിസിനസ് ഇസ് നോൺ ആസ് quorum. So the chairperson of a group has a responsibility to determine if the quorum is present. chairperson ആണ് പറയുന്നത് നമ്മളെ quorum മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. quorum എപ്പോഴും അപ്പോൾ ഉണ്ടാവുന്ന ആൾക്കാരുടെ ബേസ് ചെയ്തിരിക്കും. ഇപ്പം 100 പേരുണ്ടെങ്കിൽ 100ൻ്റെ ഇത്ര പേഴ്സൺ quorum, 50 പേരാണെങ്കിൽ 50ൻ്റെ ഇത്ര പേഴ്സൺ quorum എന്ന രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് തീരുമാനം എടുക്കുന്ന ആരാണ്? ചെയർപേഴ്സൺ ആയിരിക്കും. പിന്നെ when a quorum is not met, the assembly can take only limited procedural actions. ഇനി ക്വോറം മീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് മീറ്റിംഗ് നമ്മൾ നടത്താതിരിക്കുന്നില്ല, പക്ഷേ അതിൽ
ചില തീരുമാനങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് മാത്രമേ അവിടെ ഫോളോ ചെയ്യുന്നുള്ളൂ. സോ ദീസ് ലിമിറ്റഡ് ആക്ഷൻ ആസ് ടു ഫിക്സ് ദ ടൈം ബൈ വിച്ച് ടു adjourn, recess or take measures to maintain a quorum, such as the motion that present members are conducting during a recess. അപ്പോൾ ക്വോറം മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ലിമിറ്റഡ് പ്രൊസീജിയേഴ്സ് മാത്രമേ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ലൈക്ക് വെൻ ടു adjourn, വെൻ ടു ടേക്ക് ദ അതർ മീറ്റിംഗ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ തീരുമാനങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് മെൻ ബൈ ക്വോറം. ആൻഡ് ദ ലാസ്റ്റ് വൺ ആണ് പ്രോക്സി ഓഫ് എ മീറ്റിംഗ്. പ്രോക്സി എന്താണ്? നിങ്ങൾ നോർമലി കേൾക്കുന്ന ഒരു പ്രോക്സി കൺസെപ്റ്റ് അല്ല ഇത്. പ്രോക്സി ഇസ് എ റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് ബൈ ദ ഷെയർ ഹോൾഡർ ഓർ യൂണിറ്റ് ഓണർ ഇൻ കേസ് ഓഫ് എ homeowner association that authorizes a specific other person to vote the shareholders share or common interest at the shareholders or special interest meeting. അപ്പോൾ അതിൽ താഴെ പറഞ്ഞിട്ടുണ്ട് ജനറൽ പ്രോക്സി, അതുപോലെ സ്പെസിഫിക് പ്രോക്സി ഉണ്ട്, ലിമിറ്റഡ് പ്രോക്സി. ജനറൽ പ്രോക്സി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ദ വോട്ടിംഗ് മെമ്പേഴ്സ് ലീവ് ദ വോട്ട് ടു ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്രോക്സി വോട്ടർ. ഒരു പ്രോക്സി വോട്ടർ ഉണ്ടാവും, അപ്പോൾ വോട്ടിംഗ് മെമ്പേഴ്സ് അയാളിലേക്കാണ് തീരുമാനം എടുക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അങ്ങനെയുള്ളൊരു ഷെയർ ഹോൾഡർ കൊടുക്കുന്ന ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റാണ് പ്രോക്സി എന്ന് പറയുന്നത്. ഓക്കെ, സ്പെസിഫിക് പ്രോക്സി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രോക്സി എന്ന് പറഞ്ഞാൽ, ദ വോട്ടിംഗ് മെമ്പർ ഗീവ്സ് എ പ്രോക്സി വോട്ടർ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ ഓൺ ഹൗ ടു പ്ലേസ് എ മെമ്പേഴ്സ് വോട്ട്. ആ മെമ്പറിൻ്റെ വോട്ട് എങ്ങനെ പ്ലേസ് ചെയ്യണമെന്നുള്ളതടക്കം നമ്മൾ ഒരു ഡിസിഷൻ കൊടുക്കുകയാണ്. അതിനെ നമ്മൾ സ്പെസിഫിക് പ്രോക്സി അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് പ്രോക്സി എന്ന് പറയും. അതിൽ ലിമിറ്റേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ലിമിറ്റഡ് പ്രോക്സി എന്ന് പറയുന്നത്. അവർ പറയുന്ന ആൾ അല്ലെങ്കിൽ പറയുന്ന രീതിയിലാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വോട്ട് പ്ലേസ് ചെയ്യുന്നത്. ഇനി ബോർഡ് മെമ്പേഴ്സ് സംടൈംസ് യൂസ് ദിസ് ഇൻഡിപെൻഡൻറ്റ് എംപ്ലോയീസ് ഓർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ദ മാനേജിംഗ് ഏജൻറ്റ് ടു അവോയ്ഡ് എ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിസർവ് ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ വോട്ടിംഗ് പ്രോസസ്സ്. വോട്ടിംഗ് പ്രോസസ്സിൻ്റെ ആ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവാതിരിക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രോക്സി എന്ന കൺസെപ്റ്റ് നമ്മൾ ബിസിനസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മീറ്റിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പ്രോക്സി എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഇറ്റ് ഈസ് എ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ബൈ ദ ഷെയർ ഹോൾഡർ ദാറ്റ് ഓതറൈസസ് എ സ്പെസിഫിക് അതർ പേഴ്സൺ ടു വോട്ട് ദ ഷെയർ ഹോൾഡേഴ്സ് ഷെയർസ്. അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അയാളുടെ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് മീറ്റിങ്ങിനനുസരിച്ച് ഉള്ള തീരുമാനം അല്ലെങ്കിൽ അതിനുള്ള വോട്ട് കൊടുക്കാനോ റൈറ്റ് കൊടുക്കുന്നതിനെയാണ് പ്രോക്സി എന്ന് പറയുക. ആ ജനറൽ പ്രോക്സി ഉണ്ടാവാം, അതുപോലെ സ്പെസിഫിക് അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രോക്സി ഉണ്ടാവാം. ബോർഡ് മെമ്പേഴ്സ് ഈ ഒരു പ്രോക്സി കൺസെപ്റ്റ് കൊണ്ടുവരുന്നിരിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവാതിരിക്കാനും അതുപോലെ കുറച്ചുകൂടെ ഇൻറ്റഗ്രിറ്റി ഉണ്ടാവാൻ വോട്ടിംഗ് പ്രോസസ്സിൽ. ഇതൊക്കെയാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ടോട്ടലി ഇപ്പോൾ നമ്മൾ പാർട്ട് എയിൽ ക്വസ്റ്റ്യൻസ് 1A-B-C ക്വസ്റ്റ്യൻസ് ആദ്യം ഡിസ്കസ് ചെയ്തു. അതേപോലെ ഇതായിരുന്നു 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത്. പിന്നെ CIN, പ്രൊമോട്ടർ, ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ്, പ്രോസ്പെക്ടസ്, ബോണസ് ഷെയർസ്, റോൾ ഓഫ് CEO, CFO ആൻഡ് ഡയറക്ടർ, ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്ന് നമ്മളിപ്പോൾ ഡെസൊല്യൂഷൻ ഓഫ് എ കമ്പനി, വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി, ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, ഡോക്ട്രിൻ ഓഫ് ഇൻട്രോൾ മാനേജ്മെൻറ്റ്, അജണ്ട, മിനിറ്റ്സ്, ക്വോറം ആൻഡ് പ്രോക്സി ഓഫ് എ മീറ്റിംഗ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഇതിന് മുമ്പത്തെ പാർട്ട് എയുടെ ഫസ്റ്റ് ഡിസ്കഷനിലോ ഉള്ളത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഇട്ടിരിക്കാം. അപ്പം നിങ്ങൾ ഇത് കാണുന്നതിന് മുമ്പ് ആ ഒരു വീഡിയോ കാണണം. ഓക്കെ, എന്നിട്ട് വേണം ഇത് കാണാൻ, എന്നാൽ കണ്ടിന്യൂഷന് പോവുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഇനി വരുന്നത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം. നാളെ ഞാൻ ബാക്കിയുള്ളത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നാളെയോ ഇന്ന് തന്നെയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഐ തിങ്ക് നാളെ നിങ്ങൾക്ക് എക്സാമാണ്, അപ്പോൾ ഞാൻ ഇന്ന് തന്നെ അത് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്കുള്ളത് മെമ്പർ ഓഫ് എ കമ്പനി, LLP അഗ്രിമെൻറ്റ്, DPIN, ഒഫീഷ്യൽ ലിക്വിഡേറ്റർ, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസും, പിന്നെ ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിനകത്തുള്ളത് എക്സ്ട്രാ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ until then we can have this lecture and I hope everybody is understanding and all the best for the exams too. Okay, and thank you all.